ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും സമഗ്ര ചോദ്യോത്തരങ്ങൾ. ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഗം 4-ാം ഭാഗം. ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 4A. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലിക കർത്തവ്യങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? ദേശീയ ഗാനത്തെ ബഹുമാനിക്കുക, ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുക, ജനങ്ങൾക്കിടയിൽ സൗഹൃദം വളർത്തുക, രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക. അപ്പോൾ മൗലിക കർത്തവ്യങ്ങളിൽ ഒരു 4 എണ്ണമാണ് ഇവിടെ, 5 എണ്ണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം ഏത് മൗലിക അവകാശത്തിൽ പെടുന്നു? ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. അതായത് മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക്, അവിടെ ന്യൂനപക്ഷം എന്നൊരു വേർഡ് ഉണ്ടെങ്കിൽ അത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ എന്ന മൗലിക അവകാശത്തിലാണ് ഉൾപ്പെടുന്നത്. അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരായ സംരക്ഷണം ഏത് മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്നു? ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. പരിസ്ഥിതി ദിനത്തിൽ സ്കൂൾ കുട്ടികൾ വൃക്ഷത്തൈ നടുന്നത് വഴി ഏത് മൗലിക കർത്തവ്യമാണ് നിറവേറ്റുന്നത്? പരിസ്ഥിതി സംരക്ഷണം എന്ന മൗലിക കർത്തവ്യം. മൗലിക കർത്തവ്യങ്ങൾ എന്താണ് എന്ന് വിശദമാക്കുക. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. ഈ കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. മൗലിക കർത്തവ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതിലൂടെ മെച്ചപ്പെട്ട സമൂഹം സൃഷ്ടിക്കാൻ സാധിക്കും. ഈ പ്രസ്താവന സമർത്ഥിക്കുക. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചെയ്യേണ്ട ഘടകങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ. പൗരന്മാർ രാഷ്ട്രത്തോട് കുറച്ച് കർത്തവ്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ കർത്തവ്യങ്ങളെയാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. ഭരണഘടനയെ പരിപാലിക്കുന്നതും പൗരന്മാർക്കിടയിൽ സൗഹാർദ്ദം വളർത്തേണ്ടതും രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് സഹായകമാകേണ്ടതും നമ്മുടെ ചുമതലയാണ്. ഇപ്രകാരം മെച്ചപ്പെട്ട സമൂഹം സൃഷ്ടിക്കാനും അതിൻ്റെ ഫലങ്ങൾ സമൂഹത്തിൽ എല്ലാവർക്കും ഉറപ്പുവരുത്താനും കഴിയും. റിട്ടുകൾ എന്താണെന്ന് വ്യക്തമാക്കുക. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. അടുത്തത് എ കോളത്തിന് യോജിച്ചവ ബി കോളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. മൗലിക അവകാശങ്ങൾ, പിന്നെ അതിൻ്റെ ഭാഗങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. മൗലിക അവകാശങ്ങൾ ഏത് ഭാഗത്താണ്? ഭാഗം 3. നിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4. മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A. ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇന്ത്യയെ ഒരു മതേതര രാജ്യമായി വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? 3 പോയിന്റ്സാണ് ഇവിടെ എഴുതേണ്ടത്. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു. ഈ 3 പോയിന്റ്സാണ് ഇന്ത്യയെ ഒരു മതേതര രാജ്യമായി വിശേഷിപ്പിക്കുന്നത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച അവകാശം ഏത്? അതിൻ്റെ പ്രാധാന്യം എന്ത്? ഏതാണ് അവകാശം? ഏത് മൗലിക അവകാശമാണ്? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. അതിൻ്റെ പ്രാധാന്യമാണ്. ഒരു വ്യക്തിക്ക് അവകാശം നിഷേധിക്കപ്പെട്ടാൽ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാം. റിട്ടുകൾ മുഖേന കോടതി മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. സാമൂഹിക സമത്വം കൈവരിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ്റുകൾ സ്വീകരിച്ച പ്രധാന നടപടികൾ ഏതൊക്കെയാണ്? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം, സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ്? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, അത് സമത്വത്തിനുള്ള അവകാശത്തിൽ പെടുന്നു. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ സമത്വത്തിനുള്ള അവകാശത്തിൽ പെടുന്നു. അവസര സമത്വം വേർഡിൽ തന്നെയുണ്ട്, സമത്വത്തിനുള്ള അവകാശത്തിൽ പെടുന്നു. അടുത്തത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സംരക്ഷണം, അതാണ് സമത്വത്തിനുള്ള അവകാശത്തിൽ പെടാത്തത്. അപ്പോൾ ഇത് ഏതിൽ വരും? അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണ് വരുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ പെടുന്നു.
താഴെ കൊടുത്തിരിക്കുന്ന പദസൂര്യൻ പൂർത്തിയാക്കുക. മൗലിക അവകാശങ്ങളാണ്. ഒന്നാമത്തെ ഇവിടെ തന്നിട്ടുണ്ട് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ബാക്കി എത്ര 1 2 3 4 അവകാശങ്ങൾ, 4 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. മൊത്തം എത്ര മൗലികാവകാശങ്ങളാണുള്ളത്? 6 മൗലികാവകാശങ്ങളാണുള്ളത്. ഇതിലില്ലാത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതാണ് കേട്ടോ. അടുത്തത് മൗലികാവകാശങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. അവ ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ വികസനത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥകൾ എന്തെല്ലാം? ഏതൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ലക്ഷ്യങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കുറച്ച് ലക്ഷ്യങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥകൾ എന്തെല്ലാമാണ്? അതായത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥകൾ എന്തെല്ലാം? വളരെ ഇമ്പോർട്ടൻ്റ്. ഏതൊക്കെയാണ്? മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ലക്ഷ്യങ്ങൾ എന്തെല്ലാം? അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകളാണ് മുകളിൽ പറഞ്ഞത്. ഏതൊക്കെ? മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ ഇനി ആ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് പറയുന്നത്. സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ നീതി. 2, പദവിയിലും അവസരത്തിലും സമത്വം. 3, വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുക. അടുത്തത് 4, ചിന്തകൾക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എ കോളത്തിൽ നിന്ന് ബി കോളത്ത് യോജിച്ചവ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എ കോളത്തിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം. ബി കോളത്തിൽ മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം, ബാലവേല നിരോധനം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്ത്രീ പുരുഷ സമത്വം. അപ്പോൾ ഇതിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ് വരുന്നത്? സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. അവിടെ സ്വാതന്ത്ര്യം ഉണ്ട് അല്ലേ? അടുത്തത് സമത്വത്തിനുള്ള അവകാശം, സ്ത്രീ പുരുഷ സമത്വം. അടുത്ത മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഏതാ പറഞ്ഞത്? മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള സ്വാതന്ത്ര്യം. ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തിൽ ഏതാ വരുന്നത്? ബാലവേല നിരോധനം. ഓക്കെ ആണല്ലോ? ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ടത്. അത് കറക്റ്റായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂഷണത്തിനെതിരായുള്ള അവകാശം ഏതെല്ലാം രീതിയിലാണ് പൗരന്മാരെ സംരക്ഷിക്കുന്നത്? സാമ്പത്തിക സാമൂഹിക ചൂഷണങ്ങൾ തടയുന്നു. ബാലവേല, നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ചൂഷണത്തിനെതിരായുള്ള അവകാശം പൗരന്മാരെ ഏതൊക്കെ രീതിയിൽ സംരക്ഷിക്കുന്നു എന്ന് വെച്ചാൽ സാമ്പത്തിക സാമൂഹിക ചൂഷണങ്ങൾ തടയുന്നു, ബാലവേല, നിർബന്ധിത തൊഴിൽ, മനുഷ്യ കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയുടെ ഏതൊക്കെ ആശയങ്ങളാണ് നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇതൊക്കെയാണ്: ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ലഹരി വസ്തുക്കളുടെ നിരോധനം. ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഏത് മൗലിക അവകാശത്തിൽ പെടുന്നു? ഏതാണ്? ഭാഷ, ലിപി, സംസ്കാരം. ഇത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇതാണ് നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം എന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. ഇത് ഏത് മൗലിക അവകാശത്തിൽ പെടുന്നു? ഇതേതാണ്? അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം.